ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐയുടെ ഗാലക്സി ഇർഫാൻ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കൺസ്ട്രക്ഷൻ്റെ പാർട്ട് 2 ആണിത്. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തുടക്കം മുതൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് വരെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്തി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിന് ശേഷം പിന്നി തൊട്ട് ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും അതിൻ്റെ ഡെപ്തായിട്ട് പറയുന്നതാണ്. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ കിടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നടക്ക് സൈക്കിളും ചവിട്ടി വന്നു, മാസ്ക് ഇട്ടൊക്കെ വന്നത് അത് പിന്നെ കമ്പൾസറി ആണല്ലോ. അതിൻ്റെ വഴി തന്നെ നന്നായി കിതച്ചു, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാനും കൂടാതെ മെയിനായിട്ട് ഇവിടെ അതായത് ചമരമൊക്കെ തേച്ചിട്ടുണ്ടല്ലോ, അവിടെ നനക്കാനും ഒക്കെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഫസ്റ്റ് ആ ഒരു പരിപാടി ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തീർപ്പൊക്കെ ഒരു റെഡിയാക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പം ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്കട മേലാണ്, അതായത് ടോപ്പ് ഓഫ് ദി ഹൗസ്. ഇവിടെ വാർക്കട തേച്ചിട്ടിട്ടുണ്ട്, അതായത് പരിഗണിട്ടിട്ടുണ്ട്. സോ അവിടെ വെള്ളമടിക്കാൻ വേണ്ടി വന്നതാണ്. സോ സാധാരണ ഞങ്ങൾ വരാറൊരു ഏതാണ്ട് ഈ ടൈമൊക്കെ ആകുമ്പോൾ തന്നെ, പക്ഷേ ഈ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാണ് വരാറ്. പക്ഷേ ഇന്ന് വലിയ വെയിലില്ല, അതിൻ്റെ തന്നെ നല്ല സുഖമായിട്ട് ഇവിടെ നിന്ന് നനക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. അതെനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. നല്ല സൂപ്പറായിട്ട് നല്ല നിൽക്കാൻ നല്ല സുഖമുള്ള നല്ല തണുത്ത കാറ്റ്, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, സോ ഇപ്പം ഞാൻ ഇവിടെ വെള്ളം ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്ന് നനക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി കുറേ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ടായി, കാരണം ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കെട്ടി നിർത്തിയിരുന്നു. ഓക്കെ, സോ അപ്പോൾ അതങ്ങനെ കാണുന്നത് ഒരു പുറത്തോട്ടുള്ളൊരു പ്രൊജക്ഷൻ്റെ ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ളൊരു വർക്കാണത്. പിന്നെ നമ്മുടെ പാരപ്പറ്റ് ടോപ്പ് ഫ്ലോറിലെ, പിന്നെ ഈ കാണുന്നത് ബാൽക്കണിയുടെ വർക്കാണ്, ഒരു സൺസൈഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഷോ വാളിനായിട്ട് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മാവുണ്ട്, അത് നമ്മുടെ പറമ്പിൽ തന്നെയാണ്. അവിടെ ഒരു മാവുണ്ട്, അത് നമ്മുടെ പറമ്പിൽ തന്നെ. ആകെ സത്യം പറഞ്ഞ് ഈ 2 മരം മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരു സ്ഥലമില്ല. ഓക്കെ, അത് ചിമ്മിയുടെ മേലെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വാർക്ക. അവിടേക്ക് പ്രത്യേകിച്ച് എന്താ കാര്യമെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റിട്ട് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. സോ പുറത്ത് ഡ്രസ്സൊക്കെ അലക്കിയിടണമെങ്കിലും എന്തെങ്കിലുമാണെങ്കിലും അങ്ങനത്തെ ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ പേപ്പറൊന്നും ഇവിടെ കിടക്കാൻ നോക്കണ്ട, ഒക്കെ ഇങ്ങനെ ഇടയിൽ പുറത്തോട്ടുള്ള പൈപ്പുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൈപ്പ് കാണാം, അതൊക്കെ പേപ്പർ ചടച്ച് വെച്ചേക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിർത്താനായിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒലിച്ച് പോകും, പിന്നെ വാർക്ക ചൂടായി കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യത ഉണ്ട്, അതിൻ്റെ പേരാണ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ ഈ ടെറസിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെയൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ വീടുകളേക്കാൾ കൂടുതൽ ചെടികളും അവിടെയാണ്. പിന്നെ അവിടെയും ഈ സൈഡിലും മാത്രമാണ് ഒരു വീടിൻ്റെ ടോപ്പായിട്ട് കാണുന്നത്. ബാക്കിയൊക്കെ നോക്കുക നല്ലൊരു ഗ്രീനറി എഫക്റ്റാണ് കിട്ടുന്നത്. പിന്നെ മുന്നിൽ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം, അതൊരു സീൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, ഇതിലിങ്ങനെ റോഡ് കൊണ്ട് അതാ ഒരു വളവുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അവിടം വരെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാമറയിലൂടെ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നെനിക്കറിയില്ല ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പാരപ്പറ്റ് കെട്ടിയേക്കുന്നതിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഒരു ഓപ്പൺ സ്പേസ് തൊട്ട് ഇട്ടേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് ബാൽക്കണിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ എലിവേഷനിൽ ഈ ഒരു ഡിസൈൻ ആയിരുന്നില്ല, അത് പണിതപ്പോൾ പറ്റും. പിന്നെ എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ഒരു കെട്ടും വരുന്നുണ്ട്, അത് ഞാൻ അടിയിൽ ഇറങ്ങിയിട്ട് കാട്ടിത്തരാം. പിന്നെ അവിടെ പണിയാനായിട്ടുള്ള കുറച്ച് എംസാൻഡൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൺസൈഡ് കാണുന്നത് ഒരു സൺസൈഡ് പരകോളുടെ സൺസൈഡാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന എൻ്റെ സൈക്കിളാണ്. ഓക്കെ, ഞാൻ സൈക്കിളിലാണ് വന്നത്. പിന്നെന്താ, ഇതാണ് ഇവിടെ മേലെ നോക്കിക്കഴിഞ്ഞുള്ള വ്യൂ. ഇവിടെ ഇപ്പോൾ വെള്ളം ഓണാക്കിയിട്ടിട്ട് വെള്ളം നിറയുന്നവരെ ഞാൻ നടിയിൽ പോയി കാട്ടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം ഇറങ്ങാനായിട്ട് ഇവിടെ കൂടി ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കെട്ടി. പിന്നെ ഇവിടെ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കട്ടിങ് അവിടേക്ക് മാറ്റി ഇതെന്തായാലും ഇനി അടച്ച് കളയുന്നതായിരിക്കും. ചിലപ്പടക്കും ചിലപ്പടക്കൂല. ഓക്കെ, പിന്നെ എനിക്കിങ്ങനെ ഇറങ്ങുന്നതിലും സുഖം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നിൽക്കുന്നത്, കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം കിട്ടൂല, കാരണം ഫ്രണ്ടിൽ സ്ഥലമില്ല അധികം. ഓക്കെ, സോ ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത്, നമുക്ക് അവിടെ ഇങ്ങനെ പയ്യനെ പോവാം.
ഇവിടെ സ്റ്റെപ്പ് വരും, ഇപ്പം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഒരു ഷൂറാക്കൂട്ടാക്കാനായിട്ട് ഒരു വർക്ക് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട്, അതെടുത്ത് അവിടേക്ക് വെക്കും. ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഒരു വർക്കായി സൺസൈഡ് ഹൈറ്റിൽ തന്നെ ആയിരുന്നു വരേണ്ടത്. പണിതപ്പോൾ ഹൈറ്റ് കൂടിപ്പോയി, ബട്ട് നോ പ്രോബ്ലം. സോ ഇവിടെ കുറച്ച് ബെല്ലും പുറത്തെ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ വരും. ഇവിടെ നകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു 360x370 ഒക്കെ സൈസ് വരുന്ന ഒരു ലിവിങ്. ഇത് മെയിൻ ഡോറിൻ്റെ കട്ടില. സോ ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ ലൈറ്റിനും സ്വിച്ചിനും എ സിക്കൊക്കെ ആയിട്ട്, എ സി അല്ല, ലൈറ്റിനും ഫാനിനൊക്കെ ആയിട്ടുള്ള പോട്ടുകളാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ്ങിക്കുള്ളൊരു ഒരു ഓപ്പണിങ് കാണാൻ പറ്റും. അവിടെ ഡോറൊന്നുമില്ല, സിമ്പിൾ ഓപ്പണിങ് മാത്രമാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയാണ് നമ്മുടെ പരഗോള വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഇടാനുള്ളൊരു ഉദ്ദേശമാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്വിച്ച് ബോക്സ് വരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി വെക്കാനൊക്കെ ഇട്ടുള്ളൊരു കട്ടൗട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ അതൊക്കെ ഇവിടെ വരും. കൂടാതെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ അകത്ത് അവിടെ ആയിട്ടാണ് ബെഡ് ഇടാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിനായിട്ട് അവിടെയും ഇതാ ഒരു ഭാഗത്തായിട്ട് സ്വിച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ജനല ബെഡിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട്, പിന്നെ ഒരു കോമൺ ജനല. അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. എന്നെ അപേക്ഷിച്ച്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തെ അപേക്ഷിച്ച് അത്യാവശ്യമല്ല നല്ല സൗകര്യമുള്ള റൂമാണ്. ഓക്കെ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അതായത് അവിടെ നിങ്ങളുടെ നേരെ വന്ന് കാണുന്ന സ്പേസാണിത്. ഇവിടെ ഒരു റാക്ക് കൂട്ട് കൊടുത്ത് നെറ്റ്വർക്കിൻ്റെയും ടി വിയുടെ എല്ലാത്തിൻ്റെയും കൊടുക്കാനായിട്ട് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. എന്താവുന്നു അല്ലാഹു അല. ഓക്കെ. അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടോ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈൻ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന 2 ജനല, കൂടാതെ ഒരു ബെഡിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്വിച്ച് ബോർഡ്. ഓക്കെ. കൂടാതെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ സ്വിച്ച് ബോക്സാണ്. ഇതിൻ്റെ അകത്താണ് ടോയ്ലറ്റിൻ്റെ ലൈറ്റിംഗ് ആയാലും എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്. അത്യാവശ്യം സ്പേസുള്ള എന്നാൽ ഭയങ്കര വലുതല്ലാത്ത ടോയ്ലറ്റ്. കൂടാതെ ഇവിടെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൂട്ടിടാനായിട്ടുള്ളൊരു സ്പേസും അതിനായിട്ടുള്ളൊരു സ്വിച്ച് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ജനല. ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നതാണ് കിച്ചൺ. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. സോ കിച്ചൺ അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള കിച്ചൺ തന്നെയാണ്. ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശം. ഇവിടെ അതിനുള്ള കുറച്ച് പോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒട്ടുമിക്ക പോർട്ടും പവർ പ്ലഗിനുള്ള പോർട്ടാട്ടോ. ലൈറ്റിനുള്ളത് 2 പോർട്ട്, ബാക്കി എല്ലാം പവർ പ്ലഗിനുള്ള പോർട്ടാണ്. ഈ ഒരു ഹൈറ്റ് ലൈറ്റാണ് ഇവിടുത്തെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് കയറി ഇന്നോടത്തുനിന്ന് റൈറ്റേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാണാൻ പറ്റും. വർക്ക് ഏരിയയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അടപ്പിനുള്ളൊരു സ്പേസ്, പിന്നെ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ്, ഇവിടെ ഒരു സിങ്ക് വെക്കാനും ഇവിടെ സ്റ്റവ് വെക്കാനുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനലയും കൊടുത്തു. ഈ സൈഡിലൊരു ജനലിരിക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂം അത്യാവശ്യം സ്പേസ് ഉള്ള സ്റ്റോർ റൂം തന്നെയാണ്. ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ തന്നെ ഇങ്ങനെ കാട്ടാൻ പറ്റുള്ളൂ. ഓക്കെ. കൂടാതെ അതിൻ്റെ മേലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇതിന് ഹൈറ്റ് കുറവ്. ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം സ്ഥലം എന്നാലും ഒരു പുറത്തോട്ട് എന്തെങ്കിലും കെട്ടിയിട്ട് വല്ലതും ഇടാൻ നോക്കാം. ഇപ്പോൾ മോട്ടർ എന്തായാലും ഇത്ര നേരം വർക്ക് ചെയ്തതിന് ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം മേലോട്ട് കെട്ടിയിട്ടുണ്ടാവും. ഓക്കെ. സോ അടിഭാഗം നമ്മൾ ഫസ്റ്റ് നനച്ചിരുന്നു. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാട്ടാം. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളിൽ സ്പേസ് ഉള്ളൂ. സൈഡും 2 സൈഡും ബാക്കും തീരെ സ്പേസ് ഇല്ല. ഓക്കെ. സോ നമ്മിങ്ങനെ കയറുമ്പോൾ ലൈക്ക് 20 സ്റ്റെപ്സ് 22 സ്റ്റെപ്സ് എങ്ങാണ്ടാണുള്ളത്. കൂടാതെ ഇവിടെ ഈ ഒരു പോയിൻ്റ് തൊട്ട് ഇവിടം വരെ ഒരു കാൻലിവർ ടൈപ്പിൽ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പരഗോള. ഓക്കെ. സോ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോള് കൂട്ടൊരു സ്പേസ്, ലെഫ്റ്റിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാൽക്കണി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആയിരുന്നു ശരിക്കും സൺസൈഡിൻ്റെ ഹൈറ്റ് കുറവ് വരുന്നിട്ട് ഇതൊരു ഫുള്ള് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ലൊരു ബാൽക്കണി ആയാനെ. ഇങ്ങനെ പണിതതിൻ്റെ പേരിൽ തന്നെ ധാരാളം കൺഫ്യൂഷൻസ് വന്ന്
ഇങ്ങനെ ഒരു സംഭവം കിട്ടി എന്നിട്ട് ഇതിൻ്റെ മേലെ വെക്കാൻ ഉദ്ദേശിച്ചത്. പൊതുവെ എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണത്. അതായത് ഒരു നോ യൂസ് സ്പേസ്, ആ ഒരു സ്പേസ് വെറുതെ നഷ്ടപ്പെടാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ, അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അമ്മ വെക്കാനുള്ള വാർക്കൊക്കെ ഇവിടെ വാർത്തിട്ടിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാൽക്കണി, ആ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്ന അവിടുത്തെ ഒരു ഡിസൈനിങ്ങിനായിട്ടാണ്. ഈ ഇപ്പം നിങ്ങൾ കാണുന്നൊരു ഹാൾ എന്നുള്ളൊരു ലിവിങ് സ്പേസ് ഇവിടെ ഒരു വിത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ആക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് അടിയിൽ നിന്നൊരു ബീം ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബെഡ്റൂം ആക്കുകയാണെങ്കിൽ ആക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരു ഡ്രസ്സിങ് ഏരിയയും ടോയ്ലറ്റും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല, ഇപ്പം ഇങ്ങനെ ഹാളായി തന്നെ ഇടാണ്. ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ഇട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ടാൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ കാണുന്നതാണ് മേലത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിറച്ച് പണിക്കാരുടെ സാധനങ്ങൾ വെച്ചേക്കാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്വിച്ച് വരുന്നത്. പിന്നെ ബാക്കിയുള്ള സ്വിച്ചൊക്കെ ബെഡ് സൈഡിൽ. പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സ്പേസിനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടേക്ക് ഞാൻ ഒരു നെറ്റ്വർക്ക് പോർട്ടും ഒരു പവർ സ്വിച്ചും, ഇവിടേക്കും അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് പോർട്ടൊക്കെ വലിപ്പിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ, അവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് മേലത്തെ ബെഡ്റൂമിൻ്റെ വിശേഷം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് തന്നെ ഉള്ള രണ്ടാമത്തെ ഡോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ടെറസിൽ ഇറങ്ങാനുള്ള ഡോറാണ്. സോ ഇതാണ് ശരിക്കും ഒരു മെയിൻ ടെറസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഈ ഭാഗത്തായിട്ട് സൺസൈഡിൻ്റെ ഹൈറ്റിൽ ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ അതിൻ്റെ ഫൈനൽ കൺക്ലൂഷനൊക്കെ ഉമ്മാക്ക് അറിയുള്ളൂ. പിന്നെ അടുക്കളയിൽ നിന്നുള്ള ചിമ്മിണി വരുന്ന ഇവിടെയാണ്. പിന്നെ അവിടെ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇവിടെയാണ് ഫസ്റ്റ് ഇട്ടത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡ്രസ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ അതിന് മിക്കവാറും അടച്ച് കളഞ്ഞ് ഇവിടെ കട്ടിങ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് മറ്റേ സൺസൈഡിലോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇപ്പം തന്നെ കിതച്ചു. പൊതുവേ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിതക്കും. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടേ. പിന്നെ ഇത് അതിൻ്റെ മേൽഭാഗമാണ്, നമ്മുടെ ചിമ്മിനിയുടെ മേൽഭാഗം. ഈ കാണുന്നത് വിണ്ടിട്ടില്ലത്, ബട്ട് ഇങ്ങനെ ചെറുതായി വിട്ടേക്കുന്നു. കൂടാതെ ഇപ്പം തന്നെ അത് കുറേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രാക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ക്രാക്ക് തന്നെ വീണിട്ടുണ്ട് അവിടെ. ഓക്കെ, പിന്നെ ഞാൻ മേലത്തെ വിൻഡോസിനെ കുറിച്ചൊന്നും പറയത്തിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആസ് അടിയത്തെ വിൻഡോസ് പോലെ തന്നെയാണ് മേലയിലെ റൂമിൻ്റെ വിൻഡോസ് വരുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റേജിലെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഇനി ഇപ്പം പണി ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഫ്ലോറ് ഇത് പരിക്കാനിട്ടു, ടോപ്പും ടെറസിൻ്റെ മേലെയും പരിക്കാനിട്ടു. ഇനി ഇവിടെ അകത്തു വിടാനുണ്ട് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗം, പിന്നെ ഈ ഒരു ഏരിയ, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ. അത് കഴിഞ്ഞാൽ ഈ തേക്കൽ എന്നൊരു പണി കഴിഞ്ഞു. വെള്ളമടിക്കേണ്ട ഇത് ഇത്രയും നാളുള്ള പണി എല്ലാ ദിവസവും വെള്ളം അടിച്ചു കൊടുക്കണമായിരുന്നു. ആ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് വൈറ്റ് സിമെൻറ്റ് ഇടാനാണ്. അത് കഴിഞ്ഞ് പിന്നെ പുട്ടിയിടുക, പെയിൻ്റ് അടിക്കുക, പിന്നെ വയറിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇതുവരെയൊക്കെ നിങ്ങൾ വീടിന് ഒരു എക്സ്റ്റേണൽ ലുക്ക് കാട്ടി തന്നെ നമുക്ക് എന്തായാലും ഞാൻ അതൊന്ന് പോയി നോക്കാം. എക്സ്റ്റേണൽ ലുക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇപ്പം കാട്ടാനില്ല, പണി കഴിയുമ്പോഴേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഈ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാൽക്കണി വരുന്നത് ഏതാണ്ടോ ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കൂട്ടാണ്. ഓക്കെ, അതിൻ്റെ പേരിലാണ് ഒരു വൻ സീനാണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. കൂടാതെ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ലുക്ക് എന്ന് പറയുന്നത്. ആ ഭാഗത്തായിട്ടൊരു കട്ടിങ് ഡിസൈൻ, പിന്നെ ഇവിടെ പരകോള, അടിയിലൊരിത്. ഇതാണ് ഞാൻ പറഞ്ഞ കാലിവർ, ഇത്തിരി പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ആ ഭാഗത്തായിട്ട് ബെഡ്റൂംസിൻ്റെ വിൻഡോസൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചോടിക്കുക. ഓക്കെ, സോ യു ആർ വാച്ചിങ് ആയിട്ട് അഗൈൻ ഇറ്റ്സ് മീ യുവർ ഫാൻ. ബൈ.